നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ലെ PERT അല്ലെങ്കിൽ പെർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ സ്മോൾ പ്രൊജക്റ്റ് കൺസിസ്റ്റ് ഓഫ് 8 ആക്ടിവിറ്റീസ് ഹാസ് ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ വിച്ച് ഡ്രോ ദ PERT നെറ്റ്വർക്ക് ആൻഡ് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2002 ഡിപ്ലോമ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ 2002 മാത്രമല്ല, ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചെറിയൊരു പ്രൊജക്റ്റാണ്. 8 ആക്ടിവിറ്റി ഉൾപ്പെട്ട ഒരു ചെറിയൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് PERTയുടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഈ ഒരു ടേബിള് ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ 3 സമയങ്ങളുണ്ട്. കാരണം ഇത് PERT ആണ്. ഇനി ക്വസ്റ്റ്യനിൽ PERT എന്ന് തന്നില്ല എന്ന് വിചാരിച്ചോ, എങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഇത് PERT അല്ലെങ്കിൽ പെർട്ടാന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പെർട്ടിൽ 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഇനി 3 ടൈം എസ്റ്റിമേറ്റ് അല്ല, സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണെങ്കിലും അത് ചിലപ്പോൾ PERT ആവാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴാണ് ആവുക? ഈ 3 ടൈമിന് പകരം എക്സ്പെക്റ്റഡ് ടൈം എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് PERT ആയിരിക്കും. അതല്ല, സാധാരണ ഒരു ടൈം ആണെങ്കിൽ അത് CPM ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും പെർട്ടാണ്. ഏതൊക്കെയാണ് ആ 3 ടൈം എസ്റ്റിമേറ്റ്? ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ടൈം, 2 മോസ്റ്റ് ലൈക്ലി ടൈം, ദെൻ പെസിമിസ്റ്റിക് ടൈം. ഓക്കെ, അപ്പോൾ ഈ 3 ടൈം ഡ്യൂറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആദ്യമായി ചെയ്യേണ്ടത് ഈ 3 ടൈം എസ്റ്റിമേറ്റിനെയും ഒരു സിംഗിൾ ടൈം എസ്റ്റിമേറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സിംഗിൾ ടൈം എസ്റ്റിമേറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മാറ്റുക? ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആക്ടിവിറ്റി എയുടെ താഴെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്, ബീൻ്റെ താഴെ 14, സീൻ്റെ താഴെ 9, ദെൻ ഡീൻ്റെ താഴെ 15 അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? നമുക്കറിയാം TO + 4TM + TP / 6 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? താഴെ കൊടുത്തിട്ടുള്ള ഈ എക്സ്പെക്റ്റഡ് ടൈമൊക്കെ അവൈലബിൾ ആകും. ഫോർ എക്സാമ്പിൾ 2 + 4 × 4 4 × 4 എത്ര വരിക? 16 16 + 2 18 18 + 12 18 + 12 18 + 10 28 28 + 2 30 30/6 30/6 എത്ര? 5 ആണ് വരിക. അതുകൊണ്ട് തന്നെ എ എന്നുള്ള ആക്ടിവിറ്റി താഴെ കൊടുത്തു 5 എന്ന് കൊടുത്തു. ഇങ്ങനെ ഓരോ ടൈമും ഉപയോഗിച്ച് നമ്മുടെ ഇക്വേഷനായിട്ടുള്ള TO + 4TM + TP / 6 എന്നുള്ള ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് PERTയിലെ ഈ 3 ടൈം എസ്റ്റിമേറ്റ് തന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി. ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം നമ്മൾ എന്ത് നോക്കണം? ഈ ഒരു റിലേഷൻ നോക്കണം. ഈ 2 കോളം, ഈ ഒരു ആക്ടിവിറ്റി എന്നുള്ളൊരു കോളവും പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്നുള്ളൊരു കോളം തമ്മിലുള്ള ബന്ധം, റിലേഷൻ നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ 2 കോളം തന്നിട്ടില്ല. ആക്ടിവിറ്റി 1 to 2, ആക്ടിവിറ്റി 2 to 3 അങ്ങനെ തന്നതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ കൺഫ്യൂഷൻ ഇല്ല? ഈ ഒരു ബന്ധം നോക്കേണ്ട കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 2 കോളം, ആക്ടിവിറ്റിയുടെ 2 കോളം തന്നിട്ടുണ്ട്. ഈ 2 കോളത്തിലെയും ആക്ടിവിറ്റീസ് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. പ്രൊസീഡിങ് ആക്ടിവിറ്റി പറഞ്ഞാൽ തുടരുന്നു എന്നർത്ഥം. പ്രൊസീഡിങ് മീൻസ് തുടരുക, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ അല്ലെങ്കിൽ തുടരുന്നു തന്നെ എൻ്റെ മീനിങ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഡിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ. എ ആയിരിക്കും ആദ്യം വരിക, പിന്നെ ആയിരിക്കും എന്ത് വരിക? ഡി വരിക. ഇപ്പോൾ ഡി എന്നുള്ള ആക്ടിവിറ്റി തുടരുന്നത് ആർക്ക് ശേഷമാണ്? എ എന്നുള്ള ആക്ടിവിറ്റിക്ക് ശേഷമാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിൽ പ്രൊസീഡിങ് ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങളിനി വരും എക്സാമുകളിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഈ പ്രൊസീഡിങ് ആക്ടിവിറ്റിയിലെ ആക്ടിവിറ്റീസ് ആയിരിക്കും ആദ്യം വരിക, അതിന് ശേഷം എന്ത് വരുള്ളൂ? ഇയാൾ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഈ എന്നുള്ള ആക്ടിവിറ്റി എടുക്കുകയാണ്. ഈ എന്നുള്ള ആക്ടിവിറ്റി പ്രൊസീഡിങ് ആക്ടിവിറ്റിയാണ് എന്ത്? എ. അപ്പോൾ എങ്ങനെ വരണം?
ആരോടെ മറന്നു പോകാൻ പാടില്ല. നമ്മളിതാ വരക്കുന്നത് ഇ എന്നുള്ള ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റിയാണ് എ. ഓക്കെ, അതായത് എ കോമൺ ഡ്യൂറേഷൻ ഉണ്ടാവും കേട്ടോ. ദെൻ ഇ എന്തൊക്കെ നിങ്ങൾ മനസ്സിലായത്? ഇ എന്നുള്ള ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റിയാണ് എ. അപ്പോൾ ആദ്യം വരേണ്ട ആളാരാണ്? എ ആണ്. എ വന്നു, എ കഴിഞ്ഞിട്ട് എന്ത് വരുള്ളൂ? ഇ വരുള്ളൂ. അപ്പോൾ എയിൽ നിന്നാണ് ആര് തുടങ്ങുന്നത്? ഇ തുടങ്ങുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റി ആയിരിക്കും ആദ്യം വരിക. ഓക്കെ, ആക്ടിവിറ്റി ആയിരിക്കും ആദ്യം വരിക. ദെൻ അതിൽ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വരയ്ക്കേണ്ട ആക്ടിവിറ്റി ഉണ്ടായിരിക്കുക. ഈ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 3 ടൈം എസ്റ്റിമേറ്റ് ആയിരുന്നു. അത് എക്സ്പെക്റ്റഡ് ടൈം എന്നുള്ള ഒരു സിംഗിൾ ഡ്യൂറേഷനിലേക്ക്, ടൈം ഡ്യൂറേഷനിലേക്ക് അത് മാറ്റി 2 കോളം അനലൈസ് ചെയ്തപ്പോൾ 2 കോളവും തമ്മിലുള്ള റിലേഷൻഷിപ്പും നമ്മൾ മനസ്സിലാക്കി. അതിൽ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി. ഇവിടെ എ എന്നുള്ള ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി നണ്ണാണ്. വിച്ച് മീൻസ് അവിടെ എന്തില്ല? എ എന്നുള്ള ആക്ടിവിറ്റിന് മുന്നേ ആരുമില്ല. ബി എന്നുള്ള ആക്ടിവിറ്റി തുടങ്ങുന്നത് എവിടുന്ന? അതും എവിടുന്നുമല്ല, അതിൻ്റെ മുന്നേ ആരുമില്ല. സി അങ്ങനെയല്ല, എയിൽ നിന്നും തുടങ്ങുന്നത്, ഡിയും എയിൽ നിന്നാണ് തുടങ്ങുന്നത്, എഫും ഇയും എയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സി ഡി ഇയുടെ ആരോസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നായിരിക്കണം? എക്ക് ശേഷമായിരിക്കണം. ദെൻ എഫ് തുടങ്ങുന്നത് ബിയും സിയും വന്ന് കൂടിച്ചേർന്നതിന് ശേഷം അവിടെ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? എഫ് തുടങ്ങുന്നത്. ജി തുടങ്ങുന്ന എവിടുന്ന? ഡിയിൽ നിന്നാണ്. എച്ച് തുടങ്ങുന്ന എവിടുന്ന? ഇയും എഫും ജിയും. ഇയും എഫും ജിയും എവിടെയാണോ കൂടിച്ചേരുന്നത് അവിടെ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? എച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇയും എഫും ജിയും വരക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അത് ഓരോരുത്തർ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് ഇ എഫ് ജി വരക്കുമ്പോൾ ഒരൊറ്റ പോയിന്റിക്ക്, അതായത് ഇ എഫ് ജി, മനസ്സിലാകുന്നുണ്ടോ? ഒരൊറ്റ പോയിന്റിക്ക് വരണം. അവിടുന്നാണ് എന്ത് തുടങ്ങുക? പിന്നെ ലാസ്റ്റേ പറഞ്ഞത് എച്ച്, ഇയും എഫും ജിക്കും ശേഷമാണ് തുടങ്ങുന്നത് എച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കൂടി ചേർന്ന ശേഷം ഇവിടെ നിന്നായിരിക്കും എന്ത് തുടങ്ങുക? എച്ച് തുടങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇ ആയിരിക്കും, ഇത് എഫ് ആയിരിക്കും, ഇത് ജി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ നോക്കുമ്പോൾ അത്തരം ഒരു ലോജിക്കൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തണം. അതേപോലെ തന്നെ ഇവിടെ ബിയും സിയും അല്ലേ, ബിയും സിയും ശേഷമാണ് ആര് തുടങ്ങുക? എഫ് തുടങ്ങുക. ബിയും സിയും വരക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഓരോടുത്ത് വരാൻ ശ്രദ്ധിക്കണം. ബിയും സിയും. അപ്പോൾ ബിയും സിയും വരക്കേണ്ട എങ്ങനെ ആയിരിക്കണം? ഈ രൂപത്തിലായിരിക്കണം അല്ലേ? ഇത് ബി ആയിരിക്കും, ഇത് സി ആയിരിക്കും. അതായത് ചിലപ്പോൾ ഇതായിരിക്കും ബി, ചിലപ്പോൾ ഇതായിരിക്കും സി, അങ്ങനെ ആരും വേണ്ടില്ല. ഒരുമിച്ച് എന്ത് ചെയ്യണം? ഒരു നോഡിൽ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നായിരിക്കും എന്ത് തുടങ്ങുക? ബിയും സി അല്ല, എഫ് തുടങ്ങുക. യെസ്, അവിടെ നിന്നായിരിക്കും എന്ത് തുടങ്ങുക? എഫ് തുടങ്ങുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എഫ് തുടങ്ങുന്നത് ബിക്കും സിക്കും ശേഷമാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ലോജിക്ക് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. നമുക്ക് നോക്കാം. അതൊരു നെറ്റ്വർക്ക് ഡയഗ്രം നോക്കാം. ഓക്കെ, നെറ്റ്വർക്ക് ഡയഗ്രം എങ്ങനെ വരച്ച് നോക്കാം. ആദ്യത്തെ ഈ ഒരു കോൾ എടുത്തു. എക്ക് മുന്നേ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എക്ക് മുന്നേ ആരും ഇല്ല. എ ഒന്നിൽ നിന്ന് തുടങ്ങാണ് എ. അതേപോലെ തന്നെ ബിക്ക് മുന്നേ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ബിയും അതേപോലെ ഒരു സൈഡിലേക്ക് തുടങ്ങി. ഒന്ന് എ ഇങ്ങോട്ട് തുടങ്ങി, ഒന്ന് ബി ഇങ്ങോട്ട് തുടങ്ങി. ഇനി അപ്പോൾ നമ്മൾ ഇത് വരച്ചു, ഇത് വരച്ചു. ഇനി എന്ത് ചെയ്യണം? സി ആണ്. ഓക്കെ, സിക്ക് മുന്നേ സി തുടങ്ങുന്ന എവിടുന്ന? എയിൽ നിന്നാണ് അല്ലേ? സിക്ക് മുന്നേ ആരുണ്ട്? സിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണ്, ഡിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണ്, ഇയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റിയും എ ആണ്. അപ്പോൾ സിയും ഡിയും ഇയും തുടങ്ങുന്നത് ആർക്ക് ശേഷമാണ്? എക്ക് ശേഷമാണ്. ഓക്കെ, നോക്കാം. സി ഇ ഡി, സി ഇ ഡി എവിടെ നിന്ന് തുടങ്ങുന്നത്? എക്ക് ശേഷമാണ് ഒക്കെ തുടങ്ങുന്നത്. എ വന്നു, എക്ക് ശേഷം ഡി വിടുന്നുണ്ട്, ഇ വിടുന്നുണ്ട്, സി വിടുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഈ ആരോമേ അതിൻ്റെ ഡ്യൂറേഷൻ എഴുതണം. എയുടെ ഡ്യൂറേഷൻ 5 ആണ്, 5 എഴുതി. ബിയുടെ ഡ്യൂറേഷൻ 14 ആണ്, 14 എഴുതി. സിയുടെ ഡ്യൂറേഷൻ 9 ആണ്, 9 എഴുതി. ഡിയുടെ ഡ്യൂറേഷൻ 15 ആണ്, 15 എഴുതി. ഇയുടെ ഡ്യൂറേഷൻ 8 ആണ്, 8 എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിയും ഡിയും ഇയും വരച്ചു അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? എഫ് വരക്കണം. എഫ് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബിയും സിയും കൂടിച്ച്, ഇപ്പോൾ ബിയും സിയും വരക്കുമ്പോൾ എന്ത് വേണം? കൂട്ടി വരക്കണം. കാരണം ബിയും സിയും കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. ബിയും സിയും കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. നോക്കാം. ഇതിൽ ബി സി കണ്ട, ഈ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ആദ്യത്തെ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ബി സി വരുമ്പോൾ ബി സി ഈ ഒരൊറ്റ കോളത്തിൽ തന്നെ ഒരൊറ്റ സെല്ലിൽ 2
ആക്ടിവിറ്റി ഒരുമിച്ച് വരികയാണ്. എന്തതിൻ്റെ മീനിങ്? എഫിൻ്റെ മുന്നേ ബിയും സിയും ഉണ്ടായിരിക്കും. അപ്പോൾ ബിയും സിയും കൂടി ചേർന്ന് അവിടെ നിന്നാണ് ആര് തുടങ്ങുന്നത്? എഫ് തുടങ്ങുന്നത്. അപ്പോൾ ബിയും സിയും ഒക്കെ വരക്കുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുന്നതിന് മുമ്പേ നമ്മൾ ടോട്ടലി ഒന്ന് അനലൈസ് ചെയ്യണം. ഇങ്ങനെ എന്താണ് തമ്മിലുള്ള ബന്ധം? ഏതെങ്കിലും ഒരു സെല്ലിൽ രണ്ട് ആക്ടിവിറ്റി വന്ന് രണ്ടോ മൂന്നോ ആക്ടിവിറ്റി ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? ഓക്കെ, ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് വരക്കേണ്ടത്? ഇതൊക്കെ മുന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മനസ്സിലാക്കാം? എഫിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് ബിയും സിയും. എഫിൻ്റെ മുന്നേ ആര് വേണം? ബിയും സിയും വേണം. സോ ബിയും സിയും വരക്കുമ്പോൾ ഇവിടെയൊക്കെ ബി ഒന്ന് വരക്കുന്നുണ്ട്, ഇവിടെ സി വരക്കുന്നുണ്ട്. ഈ ബിയും സിയും വരക്കുമ്പോൾ എന്തായിരിക്കണം? രണ്ടും കോയിൻസൈഡ് ചെയ്യണം, വന്ന് കൂടിച്ചേരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബിയും സിയും ശേഷമാണ് എഫ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബിയും സിയും വരക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ബി വരച്ചിരുന്നു, ഇവിടെ നമ്മൾ സി വരച്ചിരുന്നു. ഇത് വരക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് ഓരോടത്താണ് ഒന്ന് കൂടിച്ചേരുന്നത്. അവിടെ നിന്ന് എന്ത് തുടങ്ങുകയാണ്? എഫ് തുടങ്ങുകയാണ്. എഫിൻ്റെ ടൈം ഡ്യൂറേഷൻ 9 ആണ്. ഓക്കെ, എഫിൻ്റെ ടൈം ഡ്യൂറേഷൻ 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വരച്ചു? എഫും വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ജി വേണം. ജി ആർക്ക് ശേഷമാണ്? ഡിക്ക് ശേഷമാണ്. സോ എവിടെയാണ് ജി? ജി ആർക്ക് ശേഷമാണ്? ഡിക്ക് ശേഷമാണ് അല്ലേ? ജിയുടെ ടൈം ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ്? 4 ആണ്. 4. ഇനി നോക്ക്, ഇവിടെ ലാസ്റ്റത്തെ വരക്കുകയാണ്. ലാസ്റ്റത്തേൽ എച്ച്, ഇയും എഫും ജിയും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? എച്ച് വരുന്നത്. എച്ചിൻ്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇ എഫ് ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇ, ആക്ടിവിറ്റി ഇ, ആക്ടിവിറ്റി എഫ്, ആക്ടിവിറ്റി ജി. ഈ 3 ആക്ടിവിറ്റീസും ഓരോടത്ത് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് ആര് തുടങ്ങുന്നത്? എച്ച് തുടങ്ങുന്നത്. ഓക്കെ, അതൊരു കോമൺ സെൻസിൻ്റെ ഭാഗമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആക്ടിവിറ്റി? ഇ എഫ് ജി. അപ്പോൾ ഇ എവിടെ? ഇ ഇവിടെ, എഫ് ഇതെവിടെ, ജി ഇതെവിടെ. ഇത് 3ഉം വരക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിൾ അനലൈസ് ചെയ്തൊരു വ്യക്തിക്ക് എന്ത് മനസ്സിലാവും? അത് 3ഉം ഓരോടത്താണ് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസും എവിടെ ഒന്ന് ജോയിൻ ചെയ്തു? ഇവിടെ ജോയിൻ ചെയ്തു. 5 എന്ന നോഡിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? എച്ച് തുടങ്ങുന്നത് അല്ലേ? എച്ച് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ എച്ചിൻ്റെ ഡ്യൂറേഷൻ 5 ആണ്. ഓക്കെ, എച്ചിൻ്റെ ഡ്യൂറേഷൻ എന്താണ്? 5 ആണ്. ഇനി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, ചില ആൾക്കാർ ഇങ്ങനെ വരക്കും, എക്സാമിനെ ഇങ്ങനെ വരക്കും, ഇങ്ങനെയൊക്കെ വരച്ചു പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം വെച്ചാൽ ഇതിലെന്ത് വേണം? ആരോ നിർബന്ധമാണ്. കാരണം നമ്മൾ വരക്കുന്നത് AOA മെത്തേഡാണ്. ഓക്കെ, AOA മെത്തേഡിൽ പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ആരോ എന്നർത്ഥം അല്ലേ? സോ ആക്ടിവിറ്റി ഓൺ ആരോ അല്ലേ? AOA എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓൺ ആരോ. അപ്പോൾ ആക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് ആരോ വെച്ചിട്ടാണ്. സോ ആ ആരോ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ കാണിക്കണം. സോ ഈ ഒരു കാരണവശാലും ഇങ്ങനെ ഇടാൻ ആരും ചെയ്യരുത്, മറന്നു പോകരുത്. ഓക്കെ, അതെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം? ഇതിലിപ്പോൾ ഇത് ഓൾറെഡി ഒരു പ്രിൻ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആയതുകൊണ്ട് 1 2 3 4 5 6 എന്നുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ വരക്കുന്ന സമയത്ത് കാണൂല. അപ്പോൾ എങ്ങനെ ആയിരിക്കണം അത്? നമുക്കൊന്ന് വരച്ച് നോക്കുകയല്ലേ. അപ്പോൾ അതിങ്ങനെയാണ്. ഇപ്പോൾ വന്നിട്ട് ആരോ ഇടാൻ മറന്നു പോകരുത്. ദെൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അതായത് നമ്പർ ഇടാനുള്ള ഒരു ശ്രമത്തിലാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു കോളം അല്ലേ? ഇങ്ങനെ വന്നു, പിന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ വന്നു. വരച്ചുമ്പോൾ കൂടെ വരക്കുന്നതിനാ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് വരക്കുന്ന ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലേ വേണ്ട, നമുക്കത് മെല്ലെ ഒന്ന് മായ്ച്ചാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. അതായത് എന്ത് ചെയ്യാം? നമ്പർ ഇല്ല എന്ന് വിചാരിച്ചോ? നമ്പറില്ല. ഇനി നമുക്ക് എങ്ങനെ നോക്കാം? ഈ നമ്പർ ഇല്ലാത്ത ഇതിപ്പോൾ നമ്മൾ വരക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്ടിവിറ്റി ഒക്കെ വരക്കും, ആരൊക്കെ വരക്കും, ഡ്യൂറേഷനൊക്കെ കൊടുക്കും. പക്ഷെ എന്തില്ല? നമ്പറില്ല. നമ്പർ വേണം അല്ലേ? നമ്പർ എങ്ങനെ ഇടുക? ഈ ഭാഗം നോക്കുക. ഇവിടുന്ന് ആരോ തുടങ്ങണം. പിന്നെ ഈ ആരോ തുടങ്ങുന്ന ഇത്രയും ഭാഗം എന്ത് ചെയ്യരുത്? കൺസിഡർ ചെയ്യരുത്. ഇത് ആദ്യം വരിക 1, ദെൻ 2 3 അടുത്ത സെക്ഷൻ ഇത് 2 വരിക 4 5 6
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം ഈ ഇവിടെ ഈ ഒരു പോർഷനിൽ ഏതൊക്കെ നോഡ് ഉണ്ട് നോക്കുക, ആ നോഡിൽ നിന്നുള്ള ആരോസൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് ആ നോഡിന് എന്ത് ചെയ്യുക, നമ്പർ ഇടുക. ദെൻ അടുത്ത സെക്ഷനിലേക്ക് കടന്നു അല്ലേ. പിന്നെ ഇതുമെന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്ന ഇതുമെന്നും ഒന്ന് ഇതുമക്കുവാണ്. സോ ഇത് നമ്പർ 2 ഏറ്റവും മുകളിൽ നിന്നായിരിക്കും പിന്നെ തുടങ്ങേണ്ടത്. ഇവിടെ 1 കൊടുത്തു, 2 3. ദെൻ ഇതുമെന്ന് തുടങ്ങുന്ന ആരോസൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് തുടങ്ങും, 3 4 ദെൻ 5. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്പറിങ് ഇടേണ്ടത്. ഇത് പ്രത്യേകം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നമ്പറിങ് ഇടുന്നതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ TEയും TLും ആണ്. എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ടൈമുമാണ്. CPMലെ EFTക്കും LFTക്കും തുല്യമാണ് അല്ലേ. അതിൽ നമുക്ക് ആദ്യം എക്സ്പെക്റ്റഡ് ടൈം, അതായത് TE കണ്ടുപിടിക്കാം. TE എന്ന് പറഞ്ഞാൽ EFTക്ക് തുല്യമാണ്. EFT എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള കാൽക്കുലേഷനാണ്. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അവിടെ കൂട്ടലാണ് അല്ലേ, അഡീഷനാണ് നമ്മളവിടെ ചെയ്യാറ്. രണ്ട് ആക്ടിവിറ്റീസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏതിൻ്റെ വാല്യൂ ആണോ ഹയറായി നിൽക്കുന്നത് ആ വാല്യൂ ആയിരിക്കും നമ്മളെപ്പോഴും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ പഠിച്ചതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് TL അല്ലെങ്കിൽ LFT. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. ദെൻ 0 + 5 5 5 + 15 20 20 + 4 20 + 4 ഇവിടെ 24 എന്ന് ഇടാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, 20 + 4 എന്നുള്ള 24 ഇവിടെ മാറ്റി എഴുതി വെക്കണം. കാരണം ഈ 5ലേക്ക് ഇവിടെ നിന്നും ഒരു ആക്ടിവിറ്റി ജോയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നും ഒരു ആക്ടിവിറ്റി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ആക്ടിവിറ്റി ഓരോ ആക്ടിവിറ്റിയിലെയും TE കണ്ടുപിടിച്ച് ഏതാണോ ഹയർ വാല്യൂ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയാൽ ആദ്യം 24 കിട്ടിയാൽ നമുക്കിവിടെ മാറ്റി എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് ഇതുവഴി ഒന്ന് പോയി വെക്കാം. ദെൻ 0 + 14 0 + 14 എത്ര, 14 ആണ്. പക്ഷെ അതിവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല. കാരണം ഈ ഒരു 3ലേക്ക് ഇവിടെ നിന്നും ഒരാൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ 14 ആണ്, ഇങ്ങനെ വന്നാൽ എത്ര വരിക, 5 + 9 5 + 9 എത്ര, 5 + 9 അതും 14 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഈക്വൽ വാല്യൂ ആണ്. അപ്പോൾ ഇവരെ വലുതും ചെറുതും നോക്കേണ്ട ആവശ്യമില്ല, ആ 14 ഇട്ട് കൊടുത്തു. ഓക്കെ, ദെൻ 14 + 9 എത്ര വരിക, 23 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തു, 23 അടുത്ത വാല്യൂ. ഇങ്ങനെ വന്നപ്പോൾ 23 ആണ്, ഇങ്ങനെ വന്നപ്പോൾ 24 ആണ്. നമുക്ക് ഒരാളും കൂടെ ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ നോക്കാം, 5 + 8 13 ആണ്. 5 + 8 എന്താണ്, 13 ആണ്. സോ മാക്സിമം വാല്യൂ വരുന്നത് 24 സോ മാക്സിമം വാല്യൂ എന്ത് കൊടുത്തു, 24 കൊടുത്തു. ഈ രൂപത്തിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പേപ്പറിൻ്റെ ഒരു സൈഡിൽ വാല്യൂസൊക്കെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ദർ ഇസ് നോ പ്രോബ്ലം. ദെൻ 24 + 5 എത്ര, 29 അതവിടെ കൊടുത്തു. ഇനി ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് തുടങ്ങി എവിടെ എത്തി, റൈറ്റിലെത്തി അല്ലേ. ഇവിടുന്ന് ഓരോ ആക്ടിവിറ്റിയിലൂടെയും കടന്നു വന്ന് നമ്മളെവിടെ എത്തി, റൈറ്റിലെത്തി. ഇനി LFT എവിടുന്ന, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ്. സോ EFT അല്ലെങ്കിൽ TE എത്രയാണോ അതന്നെ എന്ത് കൊടുക്കുക, TL കൊടുക്കുക, 29. ദെൻ 29 മൈനസ് അല്ലേ, TE കാണുന്ന സമയത്ത് അഡീഷൻ ആണെങ്കിൽ TL എന്താണ്, സബ്സ്ട്രാക്ഷൻ ആണ്, -EL ആണ്. സോ 29 - 5 24 24 - 4 20 20 ഇനി 20 - 15 20 - 15 എത്രയാണ്, 5 ആണ്. പക്ഷേ 5 ഇവിടെ കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് 2 നോക്കിയാൽ എന്ത് മനസ്സിലാവും, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ആരോ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ആരോ ജോയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇങ്ങനെ ഒരു ആരോ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2ലേക്ക് 3 ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ സീനില്ല. എന്താ, അങ്ങനെ വിഷയമല്ല, ഇങ്ങനെ പോകുന്നുണ്ട്, സെപ്പറേറ്റാണ് പോകുന്നത്. പക്ഷേ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 2ലേക്ക് 3 അല്ലേ, ഇങ്ങനല്ലേ, ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്. സോ റൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് ഇങ്ങനെ വരുന്നുണ്ട്. സോ നമുക്ക് ഏത് വാല്യൂ ആണോ ഏറ്റവും ചെറുത് അതാണ് എടുക്കേണ്ടത്. സോ ഇവിടെ 20 - 15 എത്രയാണ്, 5 ആണ്. ആ 5 നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ, ദെൻ 24 - 8 എത്ര വരിക, 16 ആണ് വരിക അല്ലേ. അപ്പോൾ ഒരു വാല്യൂ ഇവിടെ വരുന്നത് എന്താ, 16 ആണ്. 16 ഇവിടെ എഴുതി വെച്ചു. ദെൻ 24 - 9 എത്ര വരിക, 15 ആണ് വരിക. 15 കൊടുത്തു. ഇനി 15 - 9 എത്ര വരും, 15 9 കുറച്ച് കഴിഞ്ഞാൽ 15 9 ഓർക്കുമ്പോൾ എത്ര വരിക, 6 ആണ് വരിക. സോ 6.
അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ 6 ആണ് കിട്ടിയത്, ഇങ്ങനെ വന്നപ്പോൾ 16 ആണ് കിട്ടിയത്, ഇങ്ങനെ വന്നപ്പോൾ 5 ആണ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 5 ആണ്. 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കണം. ദെൻ 5 മൈനസ് 5 0. ഇവിടെ എഴുതാൻ കഴിയില്ല. കാരണം എന്താ? ഇങ്ങനെയും ഒരു ആരോ വരുന്നുണ്ട്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആരോ വരുന്നുണ്ട്, അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആരോവും വരുന്നുണ്ട്. അപ്പോൾ 2 ആരോയുടെ കാൽക്കുലേഷനും നടത്തിയതിന് ശേഷം അതിൽ ചെറുതേതാണോ, അല്ലേ, ലെസ്സർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5 മൈനസ് 5 0 ആയിരിക്കും നമുക്കറിയാം. കാരണം എന്താ? സ്റ്റാർട്ടിങ്ങിൽ TEM TL എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്നിരുന്നാലും നമ്മളെ നിയമം എന്താ? രണ്ടും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയാൽ മതി എന്നുള്ള. അപ്പോൾ 0 കിട്ടിയൊരു വാല്യൂ. ദെൻ 15 മൈനസ് 14 എത്ര വരിക? 1 ആണ് വരിക. അതായത് ഇങ്ങനെ വന്നപ്പോൾ 1ഉം ഇങ്ങനെ വന്നപ്പോൾ 0 ആണ് കിട്ടിയത്. സോ ചെറിയ വാല്യൂ ഏതാ? 0 ആണ്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കണ്ടെത്തിയതിന് ശേഷം ഇനി നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി മെൻഷൻ ചെയ്യണം. എങ്ങനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി മെൻഷൻ ചെയ്യുക? ഇവിടെ 0 TETL ഈക്വലാണ് 0 അല്ലേ. ദെൻ ഇവിടെ TETL ഈക്വലാണ് എന്താ? 5 അപ്പോൾ എന്ത് ചെയ്യുക? ഈ 1ൽ നിന്ന് 2ലേക്ക് ഡബിൾ ലൈൻ വരയ്ക്കുക. ദെൻ ഇവിടെ നോക്കുക, ഇവിടെ ഈക്വൽ അല്ല, പക്ഷേ ഇവിടെ ഈക്വലാണ് 20 എന്ത് ചെയ്തു? ഇവിടെ കണക്ട് ചെയ്തു. ദെൻ ഇവിടെ 24 അപ്പോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ദെൻ 29 അങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് 1 to 4 1 to 2 2 to 3 4 to 5 5 to 6 1 2 4 5 6 അതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ വിശ്രമിക്കാനുള്ള ഒരു സമയമേ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആക്ടിവിറ്റിക്ക് കൂടുതൽ റിസോഴ്സസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? സമയത്തിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ആ ആക്ടിവിറ്റി എങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്താവും? ലേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്ര? 29 ആണല്ലേ. ലാസ്റ്റത്തെ TETL പരിശോധിച്ച് നോക്കുക, അതായിരിക്കും അതിൻ്റെ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. ഇത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 29 ആണ്. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 29 യൂണിറ്റ് ടൈം എന്ന് പറയാൻ കാരണം ഇവിടെ യൂണിറ്റ് പറഞ്ഞിട്ടില്ല. ദിവസമാണോ, ആഴ്ചയാണോ, മാസമാണോ, വർഷമാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് കൊടുക്കുക? അവിടെ യൂണിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, യൂണിറ്റ് ടൈം ഏത് യൂണിറ്റ് ആണോ? ഇപ്പോൾ ദിവസമാണെങ്കിൽ 29 days, വീക്സ് ആണെങ്കിൽ 29 weeks, ഹവർ ആണെങ്കിൽ 29 hours. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സമയം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? യൂണിറ്റ് ടൈം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. അതല്ല, ക്വസ്റ്റ്യനിൽ ടൈം ഇത്ര ഇന്ന മാസമാണ്, ഇന്ന ദിവസമാണ്, ഇത്ര ആഴ്ചയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇതൊക്കെ നേരെ എഴുതി വെക്കാം. 29 days, 29 weeks, 29 years, 29 minutes, 29 hours, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കണതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കണം. അതിൽ പ്രത്യേകം നോക്കേണ്ട കാര്യം, ഈ രണ്ടാമത്തെ കോളത്തിൽ 2 ആക്ടിവിറ്റീസ് കൂടി ചേരുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നാൽ വരക്കുമ്പോൾ അത് ഈസി ആയിരിക്കും, നിങ്ങൾക്കത് വരക്കുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കുക. ഈ നമ്പറിങ് 1 2 4 5 1 2 3 4 5 6 എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കണം. ചിലവരിങ്ങനെ കൊടുക്കും 1 2 3 4 എന്ന് കൊടുക്കരുത്. ആദ്യം ഇവിടുന്ന് തുടങ്ങുന്നത് ഈ 1 എടുക്കുക. ഈ 2 ആരോ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഒന്ന് പൊത്തി പിടിച്ച് നോക്കുക. ഓക്കെ, 3 Aയിലും Bയിലും പൊത്തി പിടിച്ച് നോക്കുക. ഇവിടെ ഒറ്റ നോഡ് മാത്രമേ ഉള്ളൂ. ദെൻ 1. ദെൻ പിന്നെ അടുത്തത് ഈ 1ൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന ഈ 2 നോഡിലാണ്. പക്ഷേ ഈ നോഡിന് ശേഷമുള്ള എല്ലാ ആരോസും ഇല്ല എന്ന് വിചാരിക്കുക. കവർ ചെയ്ത് പിടിക്കുക. ദെൻ 2 3 3 തുടങ്ങുക. പിന്നെ ഈ 2 നോഡിൽ നിന്നും തുടങ്ങി അവസാനിക്കുന്നൊന്നും ഇവിടെയാണ്. ഞാൻ 2 ആരോ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് 2 ആരോ ഇല്ല മീൻസ് ഇതിന് ഈ പോയിന്റിൽ നിന്നും ഈ ലെഫ്റ്റിലേക്ക് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക. അതാണ് കവർ ചെയ്ത് പിടിക്കാറുള്ളത്. ദെൻ എന്താണുള്ളത്? 4 5. ഏറ്റവും മുകളിൽ 4 വേണം, പിന്നെ 5 വേണം. ദെൻ ലാസ്റ്റ് വേണം എന്താ? 6. അപ്പോൾ ഈ നമ്പറിങ് ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ നമ്പറിങ് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ലിങ്ക് ഒന്ന് പരിശോധിക്കാം, ലിങ്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതിൽ ഞാൻ ആഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അത്ര മതി. ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.